I welcome back to another video. ഇന്ന് ഞങ്ങൾ ട്രഡീഷണൽ ലഞ്ച്, അതായത് കേരളയിലും കേരളയിൽ ഞാൻ കാസർഗോഡാണ്. ഞങ്ങൾ ട്രഡീഷണൽ ലഞ്ചാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ അടുപ്പിൽ മണ്ണിൻ്റെ കലത്തിലാണ് ചോറ് വെക്കൽ. പിന്നെ അമ്മിയിൽ മീൻ കറിക്ക് വേണ്ടിയിട്ട് അരക്കും, ചാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തേങ്ങ വറുക്കുന്നത് സാമ്പാറിനാണ്, കറിവേപ്പും ചെറിയ ഉള്ളിയും ജീരകമെല്ലാം ഇട്ടിട്ട്. പിന്നെ ഇത് ക്യാബേജ് തോരന്. അങ്ങനെ ഈ വറുത്തരച്ചിട്ടാണ് സാമ്പാറും. പിന്നെ അതേപോലെ മീൻ കറിക്കെല്ലാം തേങ്ങ അരച്ചിട്ടാണ് ചാറുണ്ടാക്കൽ. മുളക് കറിയും വെക്കും, അത് വേറെ. ഇത് നങ്കാന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കന്ന്. ഇത് നങ്ക് തെക്കർ പറയും മാന്തളെന്ന്, ഞങ്ങൾ നങ്ക് എന്നാണ് പറയൽ കാസർഗോട്ടാറ്. പിന്നെ ഉസ്താദിനന്ന് ചിലവും ഉണ്ടായിന്. അപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതെല്ലാം കഴുകിയിട്ട് പിന്നെ നമ്മൾ വെച്ച ചോറും കറിയെല്ലാം അതിൽ വിളമ്പാൻ 3 ഉസ്താദ് ഉണ്ടായിന്. അപ്പോൾ രണ്ട് പള്ളിയുണ്ട് ഇവിടെ. അപ്പോൾ ഒരു പള്ളിയിൽ 2 ഉസ്താദും മറ്റൊരു പള്ളിയിൽ 1 ഉസ്താദും, ടോട്ടൽ 3. അപ്പോൾ 3 ഉസ്താദിനുള്ള ചോറാണ് ഇന്നുണ്ടത്. അപ്പോൾ ചോറും കറിയെല്ലാം ആ ഉസ്താദിൻ്റെ പാത്രത്തിൽ വിളമ്പിയിട്ട്, അത് നല്ല രസമാണ് ആ പാത്രം കാണാനും അതിൽ വിളമ്പി കൊടുക്കാനെല്ലാം. പിന്നെ അതേപോലെ ആ നങ്ക് പൊരിച്ച്, പിന്നെ പപ്പടം പൊരിച്ചതും അച്ചാറും എല്ലാം ഉണ്ടായിന്. ഉസ്താദിന് ചോറായതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളല്ലെങ്കിലും അങ്ങനെ തന്നെ കുറേ സാമ്പാറും മീൻ കറിയും അങ്ങനെ ഉണ്ടാക്കിയില്ല. മീൻ കറിയും പിന്നെ പപ്പടം അച്ചാറെല്ലാം ഉണ്ടാവലുണ്ട് ചോറിന്. പിന്നെ 2 തരം കറി ഉണ്ടാക്കില്ല. പിന്നെ ഉസ്താദിനായതുകൊണ്ട് സാമ്പാറും ഉണ്ടാക്കി, മീൻ കറിയും ഉണ്ടാക്കി. പിന്നെ ഉച്ചക്ക് പ്ലേറ്റിലെല്ലാം വിളമ്പി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് ചോറെല്ലാം വയ്ക്കുമ്പോൾ അതൊരു വേറെ തന്നെ ടേസ്റ്റാണ്. ഇത് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പുരയിലാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടായിന്. അപ്പോൾ നല്ലൊരു രസമാണ് ചോറെല്ലാം വയ്ക്കുമ്പോൾ. പിന്നെ ഉറങ്ങി, ചോറ് വയ്ച്ച ക്ഷീണത്തിൽ കുറച്ച് ഉറങ്ങി. പിന്നെ ഒരു വൈകുന്നേരം 5:30 മണിയാകുമ്പോൾ എണീച്ച്. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിന്, അത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് ചായക്ക് വേണ്ടിയിട്ട്. ചായ കുടിക്കുക, തലവേദന എടുക്കുന്നതായിട്ട് പിന്നെ ചായ ഉണ്ടാക്കി. പിന്നെ എണ്ണയിൽ പൊരിച്ചത്ര പാങ്ങൊന്നും ഇല്ല. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് എയർ ഫ്രയറിൽ, മോശമില്ല. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. ചായ ഉണ്ടെങ്കിൽ എന്തോ ആക്കാത്ത ദിവസം, മടിയുള്ള ദിവസം ഈ ബിസ്ക്കറ്റ്, ഇത് എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവും എൻ്റെ വീട്ടിൽ. കാരണം ഇത് ഇവിടെ എല്ലാവർക്കും ഒരു ഫേവറേറ്റായ മോംസ് മാജിക്ക്. പിന്നെ ലോട്ടസ് എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ കുട്ടികൾക്ക് ഇതെല്ലാം ഉണ്ടായിന്. മറ്റേ സിസെം സീഡിൻ്റെ ചോക്ലേറ്റ് ഇതില്ലേ, ചിക്കി പോലത്തത്, അത് ഹെൽത്തിയാണ് നല്ല. എള്ള് ഞങ്ങളെന്തായാലും വെറുതെ കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ കടലച്ച് മാതിരി ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് പാക്കറ്റായിട്ട് ഇപ്പോൾ കിട്ടുന്നു. പിന്നെ രാത്രിയേക്ക് മുട്ടപ്പീരയും പത്തലും ഉണ്ടാക്കാൻ വിചാരിച്ച്. മുട്ടപ്പീരയും പത്തലും പള്ളിയിൽ നിന്ന് ചീരണിയായിട്ട് കിട്ടലുണ്ട്, കാസർഗോട്ടാർക്ക് അറിയും. ഭയങ്കര ടേസ്റ്റ് തന്നെ അത്. പിന്നെ അത് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ഉള്ളിയും പച്ചമുളകും ഇട്ട്, പിന്നെ ഇഞ്ചിയും വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റുക, ഉപ്പിട്ടിട്ട്. എന്നിട്ട് പിന്നെ നല്ല ചുവന്ന തക്കാളി എടുത്തിട്ട് മുറിച്ചിട്ട് നേർങ്ങനെ മുറിച്ചിട്ട് ഇടുക. അതും വഴറ്റിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിനല്ലോ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് തേങ്ങ ഇട്ടിട്ട് വെള്ളം കൂട്ടിയിട്ട് തേങ്ങ വേവിച്ചിട്ടാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടത്. നമുക്ക് തേങ്ങ നല്ലോണം വെന്ത് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പൊടിയും ഇട്ടിട്ട് ലാസ്റ്റ് തേങ്ങ ഇട്ടിട്ട് തിളപ്പിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് തേങ്ങ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടത്. എന്നിട്ട് പിന്നെ ഞാൻ തിളച്ച് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ട് അതിൽ പിന്നെയും മിക്സ് ചെയ്തിട്ട് തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരണം മുകളിലേക്ക്. ആ സമയത്താണ് ഈ മുട്ട ഒടിച്ചിടേണ്ടത്. അങ്ങനെ അത് തെളിഞ്ഞ് വന്നിട്ടാകുമ്പം 2-3 മുട്ട ഒടിച്ചൊഴിക്കുക. എന്നിട്ട് ഈ കറിയിൽ വെള്ളം വറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും മുട്ടയും നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. നല്ല ടേസ്റ്റാണ് പത്തലിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെയോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു അൻറ്റിൽ നെക്സ്റ്റ് ടൈം.